അപ്പൊ ഞാനിപ്പോ ഉള്ളത് സാരംഗി വിഭാഗ കല്യാണം. അപ്പൊ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. പോലെ വന്ന നന്ദു അപ്പ ഓ സിഗ്മ 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 ആരും എന്തേലും റിപ്ലൈ ഒന്നുമില്ലാതെ ഒരു ഉഷാറില്ലേ? നമ്മളെ കാത്തിരുന്ന് ബോറടിച്ചാ നമുക്ക് ആ ബോറടിന്ന് മാറ്റണ്ടേ? വേണ്ടേ ഓറിങ് വിളിച്ചാ നമുക്ക് ഓരോന്ന് പാട്ട് പഠിച്ചൊന്ന് ബോറടി മാറ്റിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ആർക്കൊരു ഉഷാറില്ലാത്ത എവിടെ ഫാനിലെ കുറച്ച് അങ്ങോട്ട് വെച്ചു കൊടുത്താ കാറ്റെല്ലാം മുകളിലേക്ക് ഫുള്ള് ഇതായിട്ടാണല്ലോ കേട്ടാ. ഒന്ന് നല്ലൊരു കൈയ്യടി കൊടുത്തട്ടെ. പിന്നല്ല പാട്ട് വെച്ചോട്ടെ. പിള്ളേർ കേക്ക് കൊടുക്കട്ടെ പാട്ട് വെച്ചിട്ട്. വേറെ നല്ലൊരു അടിച്ചുപൊളി പാട്ട് നമ്മളെ വൈബിനനുസരിച്ചില്ലേ. എണീക്കൊന്നും വേണ്ട, എത്തൂല. എന്നാലും ഭയങ്കരമായിട്ട് ബെൻഡായി ഡിസ്കണക്റ്റാ. ഇനി പാട്ട് വെക്കാണ്ട് കുറച്ച് അതിനാ അത് നമ്മളെ അത് എൻ്റെ ഇതാണ്, അത് എൻ്റെ ടെറിട്ടറിയാ. കാണികളങ്ങൾ വിട്ടേക്ക്. ചേച്ചി അർജുനും എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ പുറകുവശം എത്തിച്ചു. ഓരോരോ പണി തീർത്ത് കയ്യടി നിർത്തി നല്ലൊരു കയ്യടി കൊടുക്കും. നല്ലൊരു വൈബ് വരട്ടെ. കയ്യടി 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 വരട്ടെ. ഓന് കൊടുത്താ കൊടുക്കല കൊടുക്കല. ഓയ് അല്ല എന്റെ ഞാൻ ഇടക്കിടക്ക് വരും. കണക്കടാ ബാക്കി ഞാൻ കൊണ്ടുപോവാ.
വിശ്വാ അല്ല ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തോ? നീ കുറച്ചിങ്ങോട്ടെന്നോ ലൈറ്റിന്റെ വിഷം വരും. അങ്ങനെ ഞാൻ ആലോചിക്കണം അടുത്തതിന് നേരത്തെ കൊയ്യാണ് ബൈക്കിൽ മുട്ടരുത്. ഇനി ചോദിക്കൂല ഞാൻ പറയാ. എന്നാ പറ. നീ മൈക്ക് പറ്റിയൊക്കെ ഇനി പറഞ്ഞോ. അതാ പിന്നെ ഞാൻ പറയണ്ടല്ലോ. ആ പറഞ്ഞോ കേൾക്കൂല. രണ്ടുപേരും കൂടി ഏറ്റവും കൂടുതൽ പോയ സ്ഥലം ഏതാ? ഇടയ്ക്കിടയ്ക്ക് തണുപ്പൊക്കെ പോട് 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 ഇവിടെ ഉരുളുണ്ടോ കേട്ടോ. ആർക്കങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങളെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. സെഞ്ചുറി MRA ബേക്കറി അല്ലോ ഒരൊറ്റ കൂടുതൽ പോയ സ്ഥലം. അപ്പൊ അടുത്ത പരിപാടി ഇത് വൈൻഡപ്പായി. അപ്പൊ കിസ് മാസ്റ്റർ വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവരും കൈയടിക്കണം. അപ്പൊ അടുത്തതൊരു ഗെയിമിന്റെയാണ്. പിന്നെ കണ്ട കയ്യിലൊക്കെ കണ്ടുവിട്ടാ ഈ മെഹന്തി ഇട്ട നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പൊ ഇതിനകത്ത് പേരെഴുതിയിട്ടുണ്ട്. അത് സാരംഗ് കണ്ടുപിടിക്കണം. മോനെ തുടങ്ങിക്കോ. കമോൺ വാ. സെറ്റല്ലേ? അത് നോക്കണം. ബാക്കിയെല്ലാം കണ്ടുപിടിക്കല്ലോ. സമയമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. നിങ്ങൾക്ക് ആർക്കും ബോറടിക്കണ്ട. ഓ ടൈമർ ഉണ്ട്. ടൈമർ നോക്കണം. എത്ര 1 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കണം. എത്രയുണ്ട് അവിടെ ക്യാമറ ഒന്ന് സച്ചു നോക്കിയാ ക്രിസ്മസ് കണ്ടാ ഇല്ലല്ലേ ഞാൻ പറയില്ല. കൈ അടുപ്പിച്ചൊക്കെ തൂക്കി ഞാൻ നോക്കി ആരാ പേര് എഴുതി? നിന്റെ പേര് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. നിന്റെ പേരിന്റെ സ്പെല്ലിംഗ് എനിക്കറിയില്ലേ? ആ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാല്ലേ? സാരൊക്കെ ഇപ്പം പേര് കണ്ടുപിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആയുർരേഖ. പറഞ്ഞ് കാക്കാനല്ല, കല്യാണ ചക്കനാണ്. ഇതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് ട്രെയിൻ ചെയ്ത് വിട്ടേട്ടാ. ഇതെല്ലാം നോക്കണമെന്ന് തൂമാക്കണ്ടി വരുവാ. ചൂട് തണുപ്പ് എന്ന് പറയുന്ന അടുത്തത്തെ ചൂട് ദൂരെയാണെങ്കിൽ തണുപ്പ് വേണോ? അത് വേണം. പിന്നെ എത്ര നമ്മള് പാതിര വെക്കണം. പോയിട്ട് എല്ലാം തുടക്കാനില്ല. അത് കുറേ പണിയുണ്ട് അല്ലേ? കയ്യും എന്നാ കാണിച്ചരാ ഈ ഏരിയ കണ്ടുപിടിച്ചാ കൊടുത്തു നോട്ടെ. അപ്പൊ ഗെയിം വൈൻഡപ്പ് ആയിട്ടില്ല. ഒരു ഗെയിം കൂടിയുണ്ട്. ഉരുളിയില് അതെയാ. അപ്പൊ അടുത്ത ഗെയിം റിംഗ് ഫൈൻഡിങ് ആണ്. നമ്മളിവിടെ ഒരു ഉരുളി സെറ്റ് ചെയ്യും. അപ്പൊ അതിനകത്ത് അതെന്താ പാലാണോ? അത് ഉരുളിക്കകത്ത് കുറച്ച് പാലും കുറച്ച് റോസാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് റിങ് ഇടും. അപ്പൊ ഇവർ തപ്പിയിട്ട് ആദ്യം ആരാണ് എടുക്കുന്നത് അയാള് അല്ല അയാള് ജയിക്കൂല. അയാള് നമുക്ക് ചെലവ് എന്തെങ്കിലും പരിപാടി വേണം ഞമ്മക്ക് വേണ്ടിയിട്ട്. അപ്പൊ റിങ് ഓൾറെഡി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ തപ്പിയിട്ട് കണ്ടുപിടിക്കാം. അല്ല ഇത് നടക്കുമ്പോ കുലിങ്ങിട്ട് നടുവില് ആയി പോയിട്ടുണ്ടല്ലേ? അല്ലെ തുരന്നിട്ട് അവിടെ ഒട്ടിച്ചേറ്റാ. ഇരിക്കും. അപ്പോ ടൈം സ്റ്റാർട്ട്സ് നൗ. കൈ പിടിച്ചാക്കറ. കൈ പിടി. ഫൗൾ. ഗോൾഡാണോ? അപ്പൊ നമ്മളെ സാരംഗ് ഈ ഗെയിം തൂക്കി ഒറ്റയടിക്ക് വിത്തിൻ സെക്കൻഡ്സിൽ തൂക്കി. അപ്പൊ ഇല്ലേ ഇതൊന്നും ക്യാമറ ഒന്ന് റിവൈൻഡ് അടിച്ചിട്ട് നോക്കിയാട്ടെ എങ്ങനെ അതിന്റെ ഇത് എന്നിട്ട് നമുക്ക് അന്ന് പുനഃപരിശോധിക്കാം.
ആ വേണ്ട. ജയിച്ചില്ലേ? ഇവിടെ ടോട്ടൽ എത്ര കപ്പിൾസ് ഉണ്ട്? എല്ലായിടത്തും കൈവൊക്കെ ഇനി സിംഗിളാണ് ഇങ്ങാടക്ക്. അപ്പൊ എല്ലാരും അവരവരെ ഉടമസ്ഥനെ വിളിച്ചു വന്നട്ടെ. കപ്പിൾസിനെ ആവശ്യമുണ്ട്. എന്നാ എല്ലാവരും വരും, എല്ലാവരും സ്റ്റേജിലേക്ക് വരും. മാമി അപ്പൊ ഒരു കപ്പിൾ എത്തിയിട്ടുണ്ട്. ഇവർക്ക് നല്ലൊരു കൈയ്യടി എല്ലാവരും കൊടുത്താട്ടെ. അത് നിങ്ങൾ തന്നെ ഫസ്റ്റ് വാങ്ങേരി. അടുത്ത കപ്പിൾ ഓടിവാ. അച്ഛനമ്മയാണെങ്കിൽ അച്ഛനമ്മയും ഓടിവാ. അപ്പൊ ഇത് നമ്മളെ വിവേകന്റെ അച്ഛനും അമ്മ ഇതാ വന്നിട്ടുണ്ട് അടുത്ത കപ്പിളായിട്ട്. ക്യാമറ കളക്കലടാ, യൂട്യൂബിലിടണ്ടേ കാണുന്നോട്ട് ഇങ്ങനെ ആണ്ടില്ല. കൊണ്ട പ്ലീസ്, എന്നത്തെ അറിയായിരിക്കും. എല്ലാം കിട്ടും കേട്ടോ ഇതിനകത്ത്. ഞാൻ നോക്കട്ടെ, നിങ്ങൾക്കുള്ള വേറെ ഞാൻ വെച്ചിട്ടുണ്ട്. പറഞ്ഞ ഒരു ഫുള്ള് പ്ലാനിങ്ങിലാണ്. ആ പിന്നെ കപ്പല് ഇവിടെ എല്ലാം പഠിപ്പിക്കുന്നുണ്ടേ. വാ അശ്വിനി മാമി അല്ല വെറുതെ കൈവക്കല്ല മാമി. അപ്പൊ ഇതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളെ ഇവിടുന്ന് ഗംഭീരമായിട്ട് പ്ലാനിങ്ങെല്ലാം നടത്തി. എനിക്ക് ഇഷ്ടപ്പെട്ട ധോണി, സൂര്യ, അജിത്ത് എന്നൊക്കെ. സംഭവം നമ്മള് കപ്പിൾസിനെ ഇത്ര ആളെ വിളിച്ചിട്ടുണ്ട്. എത്ര ആളല്ല? 6 ആളല്ലേ? 1 2 3 4 5 6 ആളുണ്ട്. അപ്പൊ ഇതില് ഓരോരുത്തരെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കണ്ണ് കെട്ടും. അവരുടെ പത്നി ആരാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ നോക്കാലോ. ആ റീഅറേഞ്ച് ചെയ്യണം. അത് കണ്ണ് കെട്ടിയിട്ട് ആ കൈ മാത്രം. അപ്പൊ കൈ എല്ലാരും ഇങ്ങനെ നീട്ടി വെച്ചു കൊടുക്കുക. അതിനുശേഷം തൊട്ടിട്ട് മനസ്സിലാക്കുക ഇത് എന്റെ ഭാര്യയാണെന്ന്. അല്ലെങ്കിൽ കൈ കാണുന്നില്ല എന്നാണ് എനിക്ക് എന്റെ കാഴ്ച പോയാണെന്ന് എനിക്കറിയില്ല. ഉയ് മൂക്കടക്ക ഇപ്പൊ കാണുന്നില്ല. എത്രാമത്തെ? അപ്പൊ ഇവർ ആദ്യം നിന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരെ ഭാര്യ ആരാനും അല്ല ഞാൻ സ്റ്റാർട്ട് പറയും. വാ. അപ്പൊ എല്ലാരും കൈ നീട്ടിയാ ഇങ്ങനെ വെക്കപ്പാ. എനിക്ക് കാണുന്നില്ല കേട്ടാ. ആ കാണാണ്ടിരിക്കാനല്ലേ? അത് നിങ്ങളെ നമ്പറാന്നൊന്നുമില്ല. ആദ്യം കാണുന്നില്ല എന്ന് പറഞ്ഞു. താടി പിടിച്ച തീർന്നു. ഇല്ലല്ലോ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇത് ഞാനാ. ഒരു ചാൻസ് കൂടി. ഒരു കൈ കൂടി ഉണ്ട്. ഇതൊന്നും അല്ലാന്ന്. ഇത് മോനെ കയ്യടി കൊടുക്കടാ. അടുത്ത തരാം. അടന്ന് കട്ടി കൊടുത്താ. മാമന്റെ ഭാര്യ ഇതിലേതാ? വിചാരിച്ച ഞാൻ കെട്ടിത്തരാം. അപ്പൊ ഇതിലാരാ ഈ മാമന്റെ വൈഫ്? പിന്നെന്തിനാ വിളിച്ച വിനുവാപ്പൻ ഇങ്ങോട്ട് വാ. അപ്പൊ ഇത് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാനൊന്ന് സ്റ്റാർട്ട് പറഞ്ഞു വിട്ടു മാമ. കിസ് മാസ്റ്റർ എന്ന അവസരം തരും.
അടുത്ത എടാ നന്ദു ഒന്ന് കത്തി കൊടുത്താ അച്ഛനാട്ടി കൊടുക്ക് അച്ഛൻ തൂക്കും അപ്പൊ ഫസ്റ്റത്തേല് തൂക്കും തീയറ്റ ഓക്കെ ടൈം സ്റ്റാർട്ട്സ് നൗ അത് പറ്റൂല ഞാൻ പിടിച്ചോളാം വീഴൂല അയ്യോ അപ്പൊ ഇത് നമ്മളെ മെയിൻ ആളായതുകൊണ്ട് ഒരു 3 റൗണ്ട് കളിക്കും. അവിടെ നിന്ന് അവിടം വരെ അവിടം വരെ അയ്യേ ഓക്കെ എല്ലാരും അടുത്ത് തന്നെ ക്ലോസ് ചെയ്ത് കൈ ചെരിന്ന് പൊന്തിച്ചോ. ആ പെട്ടെന്നൊന്നും പറയണ്ട, ആലോചിച്ചിട്ട് ഇത്ര പറഞ്ഞാൽ മതി. കൈ ഉറപ്പാണോ? ഒന്നുകൂടെയോ കൈ ഇവിടെ ഓക്കെ തുറക്കട്ടെ, കണ്ണു തുറക്കട്ടെ. റെഡിയാണോ? ഒന്ന് കട്ടിക്കൊടുത്താ ഓരല്ല കൃത്യമായിട്ട് കാണാൻ നോക്കുന്നുണ്ട്. പിന്നെ ആ വാച്ച് ഇത്ര വളയില്ല. അതന്നെ ഏത് ഉറപ്പാ? ആ അതന്നെ കറക്റ്റാ. ലാസ്റ്റ് റൗണ്ട് നിങ്ങൾ ചിരിക്കരുത്, നിങ്ങളെ ചിരിയുടെ സൗണ്ട് വെച്ചിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ ഇങ്ങോട്ടാ തുടക്കം. ഇതാ എന്റെ കയ്യാ തോന്നല്ലോ. ഇതാ ഞാൻ പിടിച്ചിട്ടുണ്ടേ. വള കഴിച്ചാ ഉറപ്പിച്ചാ? ആയില്ല സംശയം ഇതേപോലത്തെ ഒരു കൈ കൂടിയിട്ടോ. അത് വലത്തെ കൈ ആയിരിക്കില്ലേ? ഇതല്ല ഇത് കൊറേ കൺഫ്യൂഷൻ ആക്കലേക്കളെ. എന്നാ പിന്നെ കണ്ണ് തുറന്നിട്ട് വിട്ടാ പോരെ.
ഇതാ ഇതാ അപ്പൊ നമ്മുടെ എല്ലാരും താഴോ, എല്ലാരും മേലെ കയറി. നല്ല പണാടാ നീ ഇവിടെ ഫസ്റ്റ് കെട്ടാന്ന് പറയുന്നത്. എത്ര ആള് പറയുന്നത് ഇവിടെ ഫസ്റ്റ് കണ്ണ് കെട്ടി കണ്ടുപിടിക്കണമെന്ന്? അല്ല, ഭൂരിപക്ഷം നോക്കട്ടെ, ഭൂരിപക്ഷം നോക്കട്ടെ. കെട്ടിക്കണ ഒറ്റ ഒരാളാ വിളിച്ചേ. ഉറങ്ങി ഓറ് മാത്രമേ കൈവന്നില്ല. വാ 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 ജയിത്താട്ടാ, വാ കണ്ടുപിടിക്കാൻ നമുക്ക്. വാ ജയിത്താട്ടാ, വാ വാ വാ. ഇതെന്താ നിങ്ങൾ ഇത് കളിക്കുന്നത്? വന്നാ ഒന്ന് പിടിച്ചാ വാ. ഈ നമ്മളെ മാത്രമേ ഇടവലക്കാരല്ലേ ഉള്ളൂ. വാ വരി. ഒന്നുമില്ല, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടു. വലിയ പ്രശ്നമല്ല. വാ എല്ലാവരും കൈയ്യട്ടി കൊടുത്താ, നല്ലൊരു കൈയ്യട്ടി കൊടുത്താ. ഇത് നമ്മളെ നാട്ടിലല്ലേ, ഓരോട്ടില്ലല്ലോ, പുറത്തേടില്ലല്ലോ. എല്ലാവരും കൈയ്യട്ടി കൊടുക്കും, നല്ലൊരു കൈയ്യട്ടി കൊടുക്കും. രേച്ചാട്ടാ കമാൻ. വാ വാ വാ. അത് സാറില്ല, ആന്നൊരു വിഷയമല്ല. വാ വാ വാ. അഥവാ കണ്ടുപിടിക്കുന്ന തെറ്റിപ്പോയാലും സ്വാമിയാണ് മലക്ക് വെച്ച് വരാനുള്ള സമയം സൗകര്യം കൊടുക്കുക. ഇല്ല നമുക്കെന്നാല് ആ ഫസ്റ്റ് കേട്ടാ ഒന്ന് കെട്ടി കൊടുക്കുക. കണ്ണ് ചെറുതായിട്ട് നടച്ചാ അധികം വലിക്കണ്ട കേട്ടോ. കാണുന്നുണ്ടാ? പിടിക്കണ കൊല്ലു. എന്നോട് ശ്രദ്ധിക്കാൻ കണ്ണ് കിട്ടുമ്പോ മതി മതി, എനിക്ക് ടൈറ്റാക്കല്ലേ. ഓക്കെ, അപ്പൊ ആദ്യത്തെ കൈ കൊടുത്തട്ടെ. കുറച്ച് എല്ലാവരും അടുപ്പിച്ച് നിൽക്കുക. കുറച്ച് വിട്ട് കണ്ട് ഇങ്ങോട്ട് വന്നു നിങ്ങളെല്ലാവരും. കുറച്ച് ക്ലോസ് ചെയ്ത ഇവിടെ സ്റ്റെപ്പ് ഉണ്ടേ. പറയല്ലേ, ഇനിയും കൈയുണ്ട്, വെറുതെ കയറി പറയരുത്. ഓപ്ഷൻസ് ഇനിയുണ്ട്. എല്ലാവരും കുറച്ചൊന്ന് ഇങ്ങോട്ട് ക്ലോസ് ആവോ, ഇങ്ങോട്ട് ക്ലോസ് ആവോ. നീ അവിടെ ഇല്ല കഴിഞ്ഞില്ല. ഇനിയും കൈയുണ്ട്. അവിടെ 2 കൈ ബാക്കിയുള്ള സമയത്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. കറക്റ്റാണ്. എല്ലാവരും നല്ലൊരു കൈ കൊടുക്ക്. സ്റ്റാർട്ട് ആയിട്ടുണ്ടേ. വിളിക്കല്ലേ അല്ല അല്ല എനിക്ക് 3 കൈകൾ ബാക്കി. അതിന്റെ ഇടക്ക് വരുത്തല്ലേ. അത് കണ്ടുപിടിക്കാനുള്ള സമയം കൊടുക്കേ. ഇതാണ് ഒരു റൗണ്ട് കഴിയട്ടെ, എന്നിട്ട് എണീക്കാം. ഉറപ്പാണോ? അമ്മ ഇത് 2ാമത്തെ റൗണ്ട് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടേ. ഉറപ്പാണോ? കൈ ഇനിയും ബാക്കിയുണ്ട്, പക്ഷെ ഇത് തന്നെയാണെന്നാ പറയുന്നത്. ഉറപ്പാണോ?
അതന്നെ ഉറപ്പിക്കാവോ? അല്ല, അളവെടുത്ത് തീർന്നിട്ടില്ല, ഇനിയും കൈയുണ്ട്. ഉറപ്പിക്കാവോ? ഇതന്നെയാണ്. ഒന്ന് കണ്ണ് തുറന്നേ, പിടിവിടാണ്ട്. ചേച്ചിനെ വിളിച്ചേ. പൊന്ന് ലാസ്റ്റ് ആയിക്കോട്ടെ. ആൾക്കാർ കുറഞ്ഞിട്ടുണ്ടേ, രണ്ടാളെങ്കിലും വെറുതെ കയറിക്കുക. അങ്ങോട്ട് പോയില്ല, ഇവിടുത്തെ വരെ നോക്കാൻ പാടുള്ളൂ. ഇവിടം വരെയുള്ളേ. അതാണോ? ഉറപ്പാണോ? ഇവരെല്ലാരും ശരിയാക്കുന്നുണ്ട്. ഒന്ന് ലൂസാക്കണത്. വിജയിച്ചിരിക്കുന്നു. ഇനിയാന്ന് മെയിൻ. ഇല്ല ഇല്ല, കൊടുക്കണ്ട. അത് അടയാള. വരുന്നു. അല്ല, Are you sure? നിങ്ങൾക്ക് ഉറപ്പിക്കാവോ? പിന്നെ കൈ എവിടെ? ആടെ നിക്ക്. ഉറപ്പാണ്. എന്നാ കണ്ണയച്ചോ. ഇതില്ല. ഈ ഗെയിം കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ലേ 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 എന്ന ഗാനത്തിന് ചുവട് വയ്ക്കുന്നു മംഗലാപുരത്ത് നിന്ന് വന്ന സനയും കൂട്ടരും. താങ്ക് യു വെരി മച്ച്. എല്ലാവരും നല്ലൊരു കൈയ്യടി കൂടെ. സന ആൻഡ് ടീം. സൂര്യപ്പെടും ഇയാളിൻ സൂമക്കണ്ടിടകളിലെന്താണ് പറഞ്ഞൊരു കടി മോളെ. നീ കളിക്കല്ലേ? I thought I might die.
വെറൈറ്റി മോഡൽ. മൈക്കൊടുത്തു. അപ്പൊ അടുത്തത് ചെക്കന്റെ വീട്ടുകാരുടെ പരിപാടിയാണ്. എല്ലാവരും നല്ലൊരു കൈയ്യടിതാ. എല്ലാവരും എങ്ങനെ കൈയ്യടിക്കാണ്ടിരിക്കുന്നത്? നല്ലൊരു കൈയ്യടിതാ. എന്നാലേ നമുക്ക് ചെക്കന്റെ വീട്ടുകാർക്ക് ഒരു വൈബ് ഉണ്ടാവുള്ളൂ. അല്ലേ ഇരിക്കില്ല നമ്മൾ ഈ ചത്തവർക്ക് ഒരു വൈബ് വരില്ല. നല്ലൊരു എനർജറ്റിക്. അപ്പൊ ചെക്കന്റെ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ ഇറക്കുന്നത് ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിലൂടെ ഫേമസ് ആയ ജിതിൻ കതിരൂരിനെ. ലെറ്റ്സ് വെൽക്കം ജിതിൻ കതിരൂർ. അറിയടാ കൈ. അപ്പൊ നമസ്കാരം. ഞാൻ ചെക്കന്റെ അമ്മേന്റെ ഏച്ചിന്റെ മോനാണ്. ജിതിൻ എന്നാണ് പേര്. അപ്പൊ ചെറിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. ഈ പറഞ്ഞ ബിൽഡപ്പിലൊന്നുമില്ല, ചെറിയൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ കുറച്ച് വോയിസുകൾ ഞാൻ അനുകരിക്കാം. ആദ്യമായിട്ട് സംവിധായകനും നിർമ്മാതാവും നടനൊക്കെ ആയിട്ട് ലാൽ സാറിന്റെ വോയിസ് ഒന്ന് ചെയ്യാം. ആത്മവിശ്വാസം ഒരുപാട് സന്ദർഭ വ്യക്തി ഇതിനകത്ത് കഴിയുന്നു. എന്റെ പട്ടിൽ മീനാക്ഷി അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നേരെ ദുൽഖർ ഒഴിവാക്കാന്ന് വെച്ചു. അപ്പൊ പ്രേക്ഷക അഭ്യർത്ഥന പ്രകാരം ദുൽഖറിന്റെ വോയിസ് ഒന്ന് ചെയ്യാം. കുറേ ചെയ്തിട്ടാ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ക്ഷണിക്കാം. സാറാ നിനക്ക് കേരളത്തിലെ പിള്ളേർ അറിയില്ല, അവര് വിചാരിച്ച നടക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. സാർ ആം വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്താണ് ദുൽഖർ ചെയ്തല്ലേ, പൃഥ്വിരാജിനെ ചെയ്യാം. അത് ശരിയായിട്ടാലും കുഴപ്പമില്ല, നിങ്ങൾ കയ്യറ്റൊന്ന് കയറ്റി വിട്ടാൽ മതി. അപ്പൊ പൃഥ്വിരാജിന് എല്ലാവരും മാസമായിട്ടുള്ള ഡയലോഗ് ചെയ്യാം. ഞാനപ്പോ കുറച്ചൊന്ന് ഒരു സാഡായിട്ടൊക്കെ പറഞ്ഞ ഡയലോഗ് ഉണ്ട്, അത് ചെയ്യാം. മെമ്മറീസ് നേതൃത്വത്തില്. ഇതാണ് ഈ പുരോഹിത വർഗത്തിന്റെ വിജയം. എന്തിനും ഒരു ഉത്തരവാണ്. കഷ്ടപ്പാടും പട്ടിണിയും നൽകിക്കുന്ന നീതിമല ചൂണ്ടിക്കാണിച്ച നിങ്ങൾ പറയും സ്വർഗത്തിലേക്കുള്ള ഇടിക്കുന്നത് കല്ല് മുളന്നതാണ്. ഇതാണ് നിങ്ങളുടെ ദൈവത്തിന്റെ നീതിയെങ്കിൽ എനിക്ക് ആ ദൈവത്തിൽ വിശ്വാസികൾ എന്നെ വെറുതെ കിട്ടി. താങ്ക് യു. നൈറ്റ് അറ്റ്മോസ്ഫിയർ ഒന്നും കൂടി ഒന്ന് ഒരു പുളകം കൊള്ളിക്കാൻ വേണ്ടി നമുക്കൊരു സൗണ്ട് ചെയ്യാം. ചീവീടിന്റെ നമ്മൾ ഇവിടെ നിന്ന് കീരാങ്കിരി മണ്ണട്ടാന്നെല്ലാം പറയും. കന്നഡല്ലെന്ന് പറയാൻ നമുക്ക് അറിഞ്ഞൂടാ. താങ്ക് യു വെരി മച്ച്. കാക്കെ ഏത് കാക്ക? സുലൈമാൻ കാക്കേ? എന്താണ് പറയുന്നത് സാഗറെ? നല്ല പ്രായമുണ്ടല്ലോ. അപ്പൊ നമുക്ക് അടുത്തതായി ഹൽദി സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബ്രൈഡിനെയും ഗ്രൂമിനെയും വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. അടന്നാ പിന്നെ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തൂടെ? നമ്മളെ പിള്ളേരെല്ലാം ഓക്കെ അല്ലേ? വാ എല്ലാവരും വാ, ഫോട്ടോ എടുക്കാലോ. വാ വാ വാ, ഓടി ഓടി ഓടി. ഓ സോറി 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 സോറി. വേണ്ട, അപ്പുറം അപ്പുറം പോട്, അപ്പുറം പോട്, അപ്പുറം പോട്, അപ്പുറം പോട്, അപ്പുറം പോട്, അപ്പുറം 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 പോട്, അപ്പുറം പോട്, അപ്പുറം പോട്, അപ്പുറം പോട്, അപ്പുറം നിന്ന് അപ്പുറം 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 അപ്പുറം. ഇടേ ഇടേ ഇടേ. ഇന്നത്തെ ഇരിക്കണ്ട, ഇനി ഇതിനകത്തൊന്നുമില്ല. രണ്ടാളെ നിലത്തിരുന്നോ? ഞാൻ വേണം, ഞാനിരിക്കാം, ഞാനിരിക്കാം നിലത്ത്. സാറേ ഇരിക്കടാ. ഒന്നും ചെയ്യണ്ട, അവിടെ ബാക്കിൽ നിൽക്കാം, ബാക്കിൽ നിൽക്കാം. എല്ലാരും തലാണ്ടായി ചുട്ടോ ഇരിക്കടാ, ചുട്ടായിട്ട് ഇരി. മൂന്നാള് അതിങ്ങിരിക്കാം, ഇരിക്കാം. അല്ല മൂന്നാളെ ഇരിക്കാം. നമുക്ക് അത്രേ ഉണ്ടോ? ചക്കനാണ് കളിച്ചിരുത്തിയാലോ? ഓക്കെ റെഡി? ഓക്കെ ഓക്കെ എല്ലാരും ഓക്കെ അല്ലേ? നമ്മളെ റൂഫ് ഫോട്ടല്ലേ? ഇന്നലെ നാലാള് ഇറങ്ങി ഇവിടെ ഇരുന്ന അർച്ചൂട്ട പാതാരി.
ഇരുന്നോട്ടെ. അല്ല നടന്നു. അപ്പൊ ഓക്കെ അല്ലേ? മുടിയുടെ ശരിയല്ലേ നമുക്കല്ലേ എല്ലാരും ഇതിന്റെ അകത്തേക്ക് നോക്കാൻ. വീഡിയോ 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 മൈക്കുണ്ടോ പറ്റി? എന്തായാലും ചിരിച്ചാറാ. ഇതെങ്ങനെയുണ്ട്? ഇത് ഈ പ്ലാൻ എങ്ങനെയുണ്ട്? ഓ തീർച്ചയായും. ഫോട്ടോ ചെയ്യണ്ട സച്ചു? ഫോട്ടോ എ ആണോ ബി ആണോ? ഇനി പിള്ളേരെ നാട്ടിൽ ഇരുത്തിയാ പിള്ളേരെ നാട്ടിൽ പോലെ 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 പിള്ളേരെ ഇരിക്കും പിള്ളേരെ ഇരിക്കും നമ്മള് അതേ നമ്മളെ പ്ലാൻ ബി. ഇത് പ്ലാൻ എ. ഇട് സച്ചു ബാക്കിലേക്കാണ് അവിടെ. ബാക്കിൽ നമ്മള് നിലത്തിരിക്കുമ്പോ ഫുള്ള് ഫ്രെയിം കിട്ടുവാ. നമുക്ക് ചിക്കു വാ ചിക്കു വിട്ടണി കളിച്ചല്ലേ തായവാ. ഒന്നോനെ പറയത് കൈ ഇടണ്ട. വേണോടാ ഞാനൊരു ആട് നമ്മ സ്റ്റൈലായി പോകും. എല്ലാരും യോ അടിച്ചാ എന്റെ ക്യാമറയിലേക്ക് നോക്കി മുമ്പോട്ട് അതിന്റെ ബാക്കോട്ട് ഓടി. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഹൽദി സ്റ്റാർട്ട് ചെയ്യാം. ഇനി എരവഴങ്ങിയ പോലെ ഉണ്ട്. അല്ല ഓൾറെഡി ആയി, ഇനി അത് കൂട്ടണ്ട. അതാ പറഞ്ഞേ. ഹൽദി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ മാമന്മാരും മാമിമാരും എല്ലാരും വേദിക്ക് മുന്നിലായിട്ട് നിൽക്കുക. എന്നിട്ട് വന്നിട്ട് പങ്കെടുക്കുക. ഫുഡ് കഴിക്കുന്നവര് സാവധാനം കഴിച്ചിട്ട് വന്നാൽ മതി. അപ്പോഴേക്ക് നമ്മള് പോകും. മാമ ഒന്നും നോക്കണ്ട, അറിഞ്ഞോ മറിഞ്ഞോ. കുട്ടാട്ടെ ഇത് ആദ്യം പറഞ്ഞേ നമ്മള് മഞ്ഞൾ കുറച്ച് കൊണ്ടുവരില്ലനാ. വീടിനിട്ടില്ല വന്നേ. കുട്ടാട്ട ഒന്ന് കോരിയെടുത്തോ കയ്യിൽ തീരെ ഇല്ല. ഇതിൽ നിൽക്കാം വലിയ പൈസ ചെലവൊന്നുമില്ലല്ലോ. സംഖ്യ ഒന്ന് മുക്കിയ അടക്കിട്ട് മുക്കിയ രണ്ടേലേക്ക് അതേ എടുത്തല്ലേ. എന്നടാ പകുതി ഇല്ല, അത് കടലപ്പൊടി കലക്കുന്നുണ്ട് ബാക്കിന്ന്.
ഓക്കെ അല്ലേ? നമുക്ക് ഇനി ഒരു ഓടിക്കലോ. ഒരു ഓടിക്കാം. അല്ല തുടക്കല്ല ടവലാടിട്ട. ഇതാണ് ഹൽദി. ഇതല്ല ഈ ഹൽദി വേണ്ടേ? ഓക്കെ അല്ലേ? തുടക്കറേ കണ്ണിലാ കള്ളപ്പൊടി വെച്ചിട്ടാ. ഇപ്പൊ മെയിൻ പരിപാടി ഫുഡ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സാഗർ യോഗ കൊടുക്ക്. ഇപ്പൊ ഒരു വെറൈറ്റി ആട്ടോ. ഇന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറും. അല്ല നാളെ ഇവിടെ നമ്മൾ നടത്തിക്കും. അപ്പൊ ഇവള് കരയില്ലെന്നാ പറയുന്നത്. കരയില്ലല്ലോ? കരയല്ലോ? കരിയൂല അങ്ങനെയല്ല പറഞ്ഞു. അപ്പൊ അന്ന് കാണിച്ചു തരാം കേട്ടാ.